പുതിയ പാർട്ടി രൂപീകരിക്കാൻ സംസ്ഥാനത്തെ ദൾ നേതൃത്വം നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. ജനതാദൾ ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് നേരത്തെ തന്നെ സംസ്ഥാന ഘടകം വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ പാർട്ടി. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ചെറു പാർട്ടികളുടെ ഒരു കൂട്ടായ്മ, ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം എന്ന നിർദ്ദേശം അത് നേരത്തെ തന്നെ LDF CPM മുന്നോട്ട് വെച്ചതാണ്. ജനതാദൾ എസ്, NCP, കേരള കോൺഗ്രസ് ബി, RSP, ലെനിസ്റ്റ് പാർട്ടികൾ ലയനമാണ് ചർച്ചയിൽ. JDS-ഉം NCP-യും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ തുടങ്ങി എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സജീവമായ ചില നീക്കങ്ങൾ LDF-ന്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നമുക്ക് ആദ്യം JDS-ന്റെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് പോകാം. നേരത്തെ തന്നെ ഈ JDS ദേശീയതലത്തിൽ BJP-യുടെ ഘടകകക്ഷിയായ ഒന്ന് സംസ്ഥാനത്ത് എങ്ങനെ LDF-ൽ നിൽക്കുമെന്ന ചോദ്യം പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. പലപ്പോഴും അത് വലിയൊരു വിഷയമായി ഇവർ മാറ്റാറുമുണ്ട്. സംസ്ഥാന പാർട്ടിയാകാൻ പ്രായോഗികമായ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ട് താനും. ആ കടമ്പകൾ കടന്ന് സംസ്ഥാന പാർട്ടിയാകുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ JDS-ന്റെ ഭാഗത്തുണ്ടാകുന്നത്? രഞ്ജിത്ത്, ജനതാദൾ എസ് ദേശീയ പാർട്ടി HD ദേവഗൌഡയും കുമാരസ്വാമിയും ഒക്കെ BJP-യുമായി ചേരാൻ തീരുമാനിച്ചത് മുതൽ വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ജനതാദൾ എസ്. അതിന്റെ പ്രധാന കാരണം അവർ ഇവിടെ ഇടതുമുന്നണിയുടെ ഭാഗമാണ്. മന്ത്രിസഭയിലെ അംഗത്വമുള്ള പാർട്ടിയാണ്. വർഷങ്ങളായി ഇടതുമുന്നണിക്കൊപ്പം തുടരുന്ന ഒരു ദൾ സോഷ്യലിസ്റ്റ് പാർട്ടി കൂടിയാണ് സംസ്ഥാനത്തെ ജനതാദൾ എസ്. BJP-യുമായി ദേശീയ ചേരാൻ തീരുമാനിച്ചത് മുതൽ വലിയ വിമർശനം സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഒക്കെ അവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. BJP അവരെ അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ഭാഗം BJP-യിലേക്ക് പോവുകയും ചെയ്തു. വലിയൊരു അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് സംസ്ഥാനത്തെ ജനതാദൾ എസ്. അവിടെയാണ് അവർ ഇപ്പോൾ ഒരു പുതിയ വിഷയം കൂടി അവർക്ക് വലിയ തിരിച്ചടിയായി വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് അവർക്ക് ഉയർന്നു. ഇപ്പോൾ പ്രജുൽ രേവണ്ണ ലൈംഗിക വിവാദം കൂടി ആയതോടുകൂടി അവർ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഇടതുമുന്നണിയിൽ തുടർന്നുവെന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പ്രതിപക്ഷം അതേ രീതിയിൽ ആയുധമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പുതിയ പാർട്ടിയായി മാറാനുള്ള വഴികൾ നേരത്തെ ആലോചിച്ചാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി സജീവമാക്കുകയാണ്. 9-ാം തീയതി അവരുടെ സംസ്ഥാന ഭാരവാഹി യോഗം ചേരും. അവിടെ ഈ ചർച്ചയുണ്ടാകും. പുതിയ പാർട്ടിയെ മാറുമ്പോഴും ഈ കൂറുമാറ്റ നിരോധന പ്രശ്നമടക്കമുണ്ട്. അതെല്ലാം പരിശോധിച്ചുകൊണ്ടാകും പുതിയ പാർട്ടി രൂപീകരിക്കുക. ഒരു സംസ്ഥാന പാർട്ടിയായി വന്ന ശേഷം പിന്നീട് ഒരു ദേശീയ പാർട്ടി ലയിക്കാം. അങ്ങനെ ലയിക്കാനുള്ള ദേശീയ പാർട്ടി ഏതുണ്ടെന്ന ചോദ്യം അവർക്ക് മുന്നിൽ വളരെ പ്രസക്തമായ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. RJD-യിൽ നേരത്തെ ഇവിടുത്തെ MV ശ്രേയാംസ്കുമാർ നേതൃത്വമുള്ള പാർട്ടി ലയിച്ചിരുന്നു. അവർ RJD-യായി മാറിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടേക്ക് പോവുക. നേരത്തെ RJD, LJD-യും ശ്രേയാംസ്കുമാറിന്റെ പാർട്ടിയും ഈ JDS ലയിക്കാനുള്ള നീക്കമൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അത് അവസാനവട്ടം അത് വഴിതെറ്റി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരു ആശങ്കയുണ്ട് അവർക്ക്. ഒരു അസ്തിത്വ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ സംസ്ഥാന പാർട്ടി എന്ന നീക്കത്തിലേക്ക് തന്നെ അവർ കടക്കുന്നത്. 9-ന് ചേരുന്ന സംസ്ഥാന ദേശീയ നേതൃത്വമായി JDS-ന്റെ ദേശീയ നേതൃത്വമായി, അതായത് കുമാരസ്വാമിയും ദേവഗൌഡയും ഒക്കെ നയിക്കുന്ന നേതൃത്വമായി സംസ്ഥാന നേതൃത്വം രസത്തിലല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കർണാടക തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഇവിടെ നിന്നുള്ള നേതാക്കളൊക്കെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയും ഇവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും ദിവസങ്ങളോളം ചെലവഴിച്ച് ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. JDS BJP അലയൻസ് അവരുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് ഇവിടെ നേതാക്കൾ പോയില്ല. ഒപ്പം ദേശീയ തലത്തിൽ ചില മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് താനും. അങ്ങനെ ഒരു പാർട്ടിയായി പോയാൽ ഈ പലരുടെയും സ്ഥാനം നഷ്ടപ്പെടും, പലരും അയോഗ്യരാക്കപ്പെടും. അപ്പോൾ അങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ ഇവരുടെ മുന്നിലുണ്ട്. ഇതൊക്കെ മറികടന്ന് വേണം ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ. രഞ്ജിത്ത്, ദേശീയ നേതൃത്വമായി ഒരു ബന്ധവുമില്ല എന്ന് നേരത്തെ അവർ പലതവണ പ്രഖ്യാപിച്ചതാണ്. ദേവഗൌഡ നേരിട്ട് കണ്ടും BJP മുന്നണിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിന് പ്രതിഷേധം അറിയിച്ചു. അതിനുശേഷം അവർ തലസ്ഥാനത്തും കൊച്ചിയിലുമൊക്കെ പല യോഗങ്ങൾ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തിയൊക്കെ അവർ ആ തീരുമാനം നേരത്തെ പറഞ്ഞതാണ്. തങ്ങൾ ഒരിക്കലും അങ്ങനെ BJP-യിലേക്ക് പോയാൽ അവിടേക്ക് വരാനില്ലെന്ന തീരുമാനം അവർ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വമായുള്ള JDS-ന്റെ കേന്ദ്ര നേതൃത്വം ഒരു ബന്ധവുമില്ല. സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ ഭാഗം. അപ്പോഴും അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രശ്നം JDS എന്ന പാർട്ടി ദേശീയ പാർട്ടിയാണ്. അതിന്റെ അധ്യക്ഷൻ ദേവഗൌഡയുമാണ്. ആ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഒരു ഘടകം മാത്രമാണ് ഇപ്പോഴത്തെ JDS. അവർ അങ്ങനെ അല്ലെന്ന് പറയുമ്പോഴും നിയമപരമായി സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലുമൊക്കെ അവർ ദേശീയ പാർട്ടി JDS-ന്റെ ഭാഗം തന്നെയാണ്. എത്ര തള്ളി പറഞ്ഞാലും അവരുടെ ഒരു അസ്തിത്വം ആ JDS-ന്റെ ദേശീയ പാർട്ടി തന്നെയാണ്. അത് മറികടക്കാനുള്ള വഴിയാണ് അവർ തേടുന്നത്. അവിടെയാണ് പുതിയ സംസ്ഥാന പാർട്ടി എന്ന നേരത്തെ
പലതവണ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു നിർദ്ദേശം, ഒരു നീക്കം വീണ്ടും അവർ പൊടുതട്ടിയെടുക്കുന്നത് അല്ലാതെ ഇനി പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും വിധേന പുതിയ പാർട്ടി രൂപീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദേശീയ പാർട്ടി ലയിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയെ തന്നെ തുടരാനോ ഉള്ള സാധ്യതകളും വഴികളുമാണ് അവർ പരിശോധിക്കുന്നത്. എത്രത്തോളം വിജയമാകുമെന്ന നേതൃത്വത്തിന് തന്നെ ആശങ്കയുണ്ട്. അതിനിടെയാണ് മറ്റു ചില നീക്കങ്ങൾ കൂടി അവർ നടത്താൻ ഒരുങ്ങുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം LDF-ലെ മറ്റൊരു നീക്കമാണ് അരുൺ. അത് നേരത്തെയും പലതവണ കേട്ടിരുന്നതാണ്. ഈ LDF ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ തന്നെ CPM മുന്നോട്ട് വെച്ച ഒരാശയമാണ് ചെറു പാർട്ടികളുടെ ലയനം. അതിൻ്റെ പ്രായോഗികത ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ നേതാക്കളൊക്കെ പല തലത്തിലുള്ളവരാണ്, പല ആശയങ്ങളുള്ളവരാണ്. മന്ത്രിസ്ഥാനം ലഭിച്ചവരും നഷ്ടപ്പെട്ടവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. കോവൂർ കുഞ്ഞുമനൊക്കെ ആണെങ്കിൽ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് പലതവണ LDF-നോട് ആവശ്യപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഈ 4 പാർട്ടികൾ പ്രധാനമായും ഇവരുടെ ലയനം, അതായത് കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ്, ജനതാദൾ S, NCP, ഈ ലയനം എങ്ങനെ പ്രായോഗികമാകും? പ്രാഥമികമായ ചില ചർച്ചകൾ JDS-ഉം NCP-യുമായി നടത്തി എന്നും കേൾക്കുന്നു. 2016 മുതൽ CPI നേതൃത്വം പറയുന്നത് സമാന സ്വഭാവമുള്ള ചെറു പാർട്ടികൾ ലയിക്കണം. മുന്നണിയിൽ കേരള കോൺഗ്രസുകൾ പലതുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പല കേരള കോൺഗ്രസും ഉണ്ട്. ജനതാ പാർട്ടികൾ 2 എണ്ണമുണ്ട്. സോഷ്യലിസ്റ്റ് RSP, ലെനിനിസ്റ്റ് എന്ന പാർട്ടി മുന്നണിയിലേക്ക് കയറാൻ അവസരം കാത്തു നിൽക്കുന്നു. അങ്ങനെ നിരവധി ചെറു പാർട്ടികൾ മുന്നണിയിൽ സമാന സ്വഭാവമുള്ള പാർട്ടി ലയിക്കണമെന്നാണ് CPM നേരത്തെ ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ലയനം ഉണ്ടായില്ല. അവിടെയാണ് നേരത്തെ JDS-ഉം MV ശ്രീകുമാറിന്റെ പാർട്ടിയുമായൊക്കെയുള്ള ലോക് താന്ത്രിക് ജനതാദളുമായി മുൻരൂപം, അവരുടെ ഇപ്പോൾ RJD-യിലാണ് അവർ, ആ പാർട്ടിയുമായിട്ട് ലയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അപ്പോഴും ഈ സൂചിപ്പിച്ച പോലെ നേതാക്കൾ ആർക്ക് കൂടുതൽ സ്ഥാനങ്ങൾ, ആര് നേതാവാകും തുടങ്ങിയ തർക്കങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. JDS-ലും ചില അഭിപ്രായ വ്യത്യാസം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ഈ കേരള കോൺഗ്രസ് തമ്മിൽ ലയിക്കുകയും അത്ര എളുപ്പമല്ല. നമുക്കറിയാം, ഏറ്റവും അധികം ഒരേ സ്വഭാവം അവകാശപ്പെടുകയും വിരുദ്ധ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് കേരള കോൺഗ്രസുകൾ. അതുകൊണ്ട് തന്നെ അതും സാധ്യമല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു നീക്കം. കാരണം ഒറ്റ പാർട്ടിയെ വന്നാൽ ഇപ്പോൾ ഈ JDS അധികം പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടിയല്ല, ചെയ്താലും പോക്കറ്റുകൾ ഒതുങ്ങുന്ന പാർട്ടിയാണ്. കേരള കോൺഗ്രസ് B ഒരുപക്ഷെ 2-3 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലധികം ഒരു ജില്ലയിൽ മാത്രം വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ്. RSP, ലെനിനിസ്റ്റ് ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ്. ഇത്തരം പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ, ഒരു പാർട്ടിയായി മാറിയാൽ കുറച്ചുകൂടി സ്വാധീനമുണ്ടാകും. NCP ദേശീയ പാർട്ടിയാണെങ്കിലും അവർക്കും വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. ശരത് പവാർ BJP-യുടെ ഘടകകക്ഷിയാകുമെന്ന തരത്തിലുള്ള സൂചനകൾ പലതവണ വന്നതാണ്. ഇപ്പോഴും അദ്ദേഹം നീക്കത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ NCP-യും ഒരുപക്ഷെ NDA പാളയത്തിലേക്ക് പോകുമെന്ന ആശങ്ക ഇവിടുത്തെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവരെയും കൂടെ ചേർത്തുകൊണ്ടൊരു നീക്കം. NCP-യും JDS-ന്റെ പുതിയ പാർട്ടിയാകും സ്വാഭാവികമായി. അങ്ങനെ 2 പാർട്ടികൾ, അതിനൊപ്പം കേരള കോൺഗ്രസ് B എന്ന കേരള കോൺഗ്രസ് പാർട്ടിയും കോവൂർ കുഞ്ഞുമോൻ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന RSP, ലെനിനിസ്റ്റും ഒക്കെ ചേർന്നുകൊണ്ടൊരു കുറച്ചുകൂടി വലിയൊരു പാർട്ടിയാക്കാൻ, അപ്പോഴും എത്രത്തോളം ശക്തി അവർക്ക് പൊതുവിൽ സമാഹരിക്കാൻ കഴിയുമെന്ന് അവർക്ക് വ്യക്തതയില്ല. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാൻ സാധ്യതകളാണ് ഇപ്പോൾ തേടുന്നത്. അതിന്റെ പ്രാഥമിക ചർച്ചകൾ NCP നേതൃത്വവും അതുപോലെ JDS-ന്റെ നേതൃത്വവുമായി ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 2 റൗണ്ട് ചർച്ച അതിൽ പൂർത്തിയായി കഴിഞ്ഞു. മറ്റു പാർട്ടികളുമായും നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ആരും അനുകൂലമായി പ്രതികരിച്ചില്ല. അത്ര എളുപ്പമുള്ള ഒരു നീക്കമായ അല്ല ഈ നീക്കത്തിന് മുൻകൈ എടുക്കുന്നത് തന്നെ കാണുന്നത്. പക്ഷേ CPM-ന്റെ ഒരു സമ്മതം LDF-ലെ പ്രധാന ഘടകകക്ഷികളുടെ ശക്തരായ CPM-ന്റെയും CPI-യുടെയും ഒക്കെ ഒരു സമ്മതവും ആശീർവാദവും ഒക്കെ വേണം. ഏതായാലും കേരള കോൺഗ്രസുകളുടെ ലയനം അതൊരു വിദൂര സ്വപ്നം മാത്രമാണ്. ഇപ്പോൾ LDF-ലെ ആണെങ്കിൽ പോലും മറ്റു ചെറിയ പാർട്ടികൾ ലയിച്ചു വരിക എന്ന് പറയുന്നത് അത് പിന്നീട് സീറ്റ് വിഭജന കാര്യത്തിൽ, ഈ മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിലൊക്കെ അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശക്തിയോ അല്ലെങ്കിൽ അതിന് ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയോ ഒന്നും അവർക്കുണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നുള്ളതും ഒരു പ്രശ്നമല്ലേ ആരും? തീർച്ചയായിട്ടും പ്രായോഗികമായ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ NCP-യുടെയും അതുപോലെ തന്നെ ജനതാദൾ S-ന്റെയും നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അത് അവർ തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് B, KB ഗണേഷ് കുമാറിന്റെ പാർട്ടിയൊക്കെ ഈ ഒരു പാർട്ടിയുടെ ലയിച്ച് അവർ സ്വന്തമായി ഇപ്പോൾ മന്ത്രിസ്ഥാനവും ഒറ്റ MLA ആണെങ്കിൽ പോലും മന്ത്രിസ്ഥാനവും ബോർഡ് കോർപ്പറേഷനിലൊക്കെ സാന്നിധ്യമുള്ള പാർട്ടിയാണ്. അവർക്ക് അവരുടേതായ ശക്തി അവരുടെ ചില പോക്കറ്റുകളിലെങ്കിലും ചുരുക്കം ജില്ലകളിലെങ്കിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ അതൊക്കെ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് B ഒക്കെ ഇതിലേക്ക് വരുമെന്നവർ ആ രീതിയിൽ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു പാർട്ടി ആയാൽ കുറച്ചുകൂടി മുന്നിൽ. ഇപ്പോൾ CPM-ഉം CPI-യും കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മും കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയെല്ലാം ചെറിയ പാർട്ടികളാണ്, വളരെ ചെറിയ പാർട്ടികളാണ്. CPM-ന്റെ കാരുണ്യം കൊണ്ട് പല മണ്ഡലങ്ങളിലും CPM-ന്റെ CPI-യുടെ കാരുണ്യം കൊണ്ട് ജയിച്ചു പോകുന്ന പാർട്ടികളാണ്. അവർ ഒരുമിച്ച് നിന്നാൽ കുറച്ചുകൂടി മുന്നണിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ, വിലപേശാൻ, പ്രത്യേകിച്ചും പല കാര്യങ്ങളും ഇപ്പോൾ CPM-ഉം CPI-യും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നവർ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയോട് കൂടി അഭിപ്രായം തേടുന്നതിന് അപ്പുറത്തേക്ക് പല തീരുമാനങ്ങളും ഈ മുന്നണിയിലെ ചെറുകിട പാർട്ടികൾ അറിയുന്നത് മുന്നണി യോഗത്തിൽ മുന്നണി കൺവീനറോ മുഖ്യമന്ത്രിയോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ്. വലിയ സങ്കടം അവർക്കുണ്ട്, അമർഷമുണ്ട്. പക്ഷേ ഇത് CPM-ന്റെ ഇപ്പോഴത്തെ
അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സംഘടനാ ശേഷിയൊക്കെ വെച്ച് ആർക്കും അധികം ഒരു പ്രശ്നമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒന്നിച്ചു നിന്നാൽ കുറച്ചുകൂടി ശക്തിയാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം പാർട്ടികൾ ലയന സാധ്യത കൂടി അവർ പരിശോധിക്കുന്നത്. ഏതായാലും 9-ാം തീയതിയിലെ യോഗത്തിൽ പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളാകും പ്രധാനമുണ്ടാവുക. ഇത്തരം കാര്യങ്ങളും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പല റൗണ്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത്തരം നീക്കങ്ങളും ഇടതുമുന്നണി സജീവമായി നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുമ്പെങ്കിലും ഒരു രൂപം, പ്രത്യേകിച്ചും ഈ കേന്ദ്രത്തിൽ BJPയുടെ ഭാഗമായ ഇപ്പോൾ ലൈംഗിക പീഡന പരാതിയിൽ വലിയ നാണക്കേടിലായ ഒരു പാർട്ടിയുടെ ഭാഗമായി സംസ്ഥാനം തുടരുന്നത് ഒഴിവാക്കാനുള്ള അതിതീവ്ര ശ്രമമാണ് JDSന്റെ സംസ്ഥാന ഘടകം നടത്തുന്നത്. ഏത് വിധേനയും ഒരു പുതിയ പാർട്ടിയായി മാറും. സാങ്കേതികമായ നിയമപരമായ തടസ്സങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് അത് ഉണ്ടാകാൻ അതിനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ ജനതാദൾ നേതൃത്വം. ശരിക്കും പറഞ്ഞാൽ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് JDS സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. കാരണം ചെറിയ പാർട്ടികൾ നിരവധിയുള്ള ഒരു മുന്നണി കൂടിയാണ് LDF. അതിൽ മിക്ക പാർട്ടികളും പ്രാദേശികമായി സ്വാധീനമുള്ള പാർട്ടികളാണ് എന്നുള്ളതാണ്. ഇവർ ഒരുമിച്ച് നിൽക്കണമെന്ന ആശയം നേരത്തെ മുന്നോട്ട് വെച്ചത് CPM ആണ്. അത്തരമൊരു നീക്കം LDFന്റെ ഈ രണ്ടാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അവിടെ അത് സംഭവിച്ചില്ല. ഇപ്പോൾ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ഘട്ടത്തിലെങ്കിലുമാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി പ്രായോഗികത്വമുണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയും വേണം.